ആദ്യം തന്നെ എനിക്ക് ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനും എൻ്റെ മാതാവിനോടും ഈശോയോടും 1000 നന്ദി. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം കൃപാസനത്ത് വരുമ്പം എനിക്ക് കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു അക്രൈസ്തവാണ്. എന്നാലും ഞാൻ കുഞ്ഞിലെ തൊട്ടേ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് കിടന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. മാതാവ് വന്ന് എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട്. അപ്പം ഞാൻ ആ ഒരു വൈബ്രേഷൻ എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് അന്നൊന്നും കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പം അമ്മ എപ്പോഴും പറയും അതുപോലെ കൃപാസനം പോലെ ഒരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാനത് ആദ്യം വലിയ കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഈ സ്വപ്നം വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഞാൻ അയർലാൻഡ് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ എനിക്കൊരു ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. എല്ലാം ക്ലോസ് ആയി, എനിക്കിനി മുമ്പോട്ടൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നപ്പം എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പുള്ളിക്കാരി എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇതിൽ റിക്വസ്റ്റ് ഇട്, എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്ക്, മാതാവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഇട്ടത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് എവിടെയെങ്കിലും എത്തണം, എനിക്ക് രക്ഷപ്പെടണം എന്നായിരുന്നു. അപ്പം ഞാൻ ആ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആഴ്ച തന്നെ ഒരു ഇൻ്റർവ്യൂ വരികയാണ്. മാൾട്ടയിലോട്ടുള്ളൊരു ഇൻ്റർവ്യൂ വന്നു. ഞാനത് ലാസ്റ്റ് ഇയർ ഓൾറെഡി അവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അയർലാൻഡ് തന്നെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു, ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ ഈ ഡെയിലി ബ്രെഡൊക്കെ കേൾക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. പക്ഷെ അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. 5:30 പ്രാർത്ഥിക്കേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചിലപ്പോൾ രാവിലെ എണ്ണിക്കുമ്പോൾ ഉടനെ ആ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, എനിക്കിത് കിട്ടുകയാണെങ്കിൽ ഞാൻ വരും, ഞാൻ ഉറപ്പായിട്ടും മാതാവിനെ വന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനായിരുന്നു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം എനിക്കൊരു മെറിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നില്ല. ഞാൻ വിചാരിച്ചു നോക്കി ഇത് ഞാൻ ക്ലിയർ ആവും എന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായപ്പം നെറ്റ് ഇഷ്യൂസ് വന്നു. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ലായിരുന്നു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതാണെങ്കിൽ അതൊട്ട് ക്ലിയറും അല്ലായിരുന്നു. എനിക്കറിയാത്ത രീതിയിലാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല ഞാൻ ഉറപ്പിച്ചു. പക്ഷെ പിറ്റേന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു, മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് ഉടനെ ഉണ്ട്, മാതാവ് വേണം എന്നെ അതിൽ ജയിപ്പിക്കാൻ, എനിക്ക് വേറെ വഴിയില്ല, എനിക്കിതിലൂടെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു പറഞ്ഞു. ഇവിടെ തിരക്കിയപ്പോഴാണ് ഇതുപോലെ ഉടമ്പടി കാര്യങ്ങളുള്ളതായിട്ടൊക്കെ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാൻ വരും കേട്ടോ, ഉടമ്പടി എടുക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞു. പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ ഇൻ്റർവ്യൂവറും നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി. പിറ്റേന്ന് റിസൾട്ട് വന്നു, എനിക്ക് കിട്ടി, ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് നോക്കുമ്പോഴൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു. നാളെ വരാമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് അച്ഛന് വയ്യാണ്ടാവുക, എനിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പക്ഷേ പ്രാർത്ഥനയും അപ്പോഴും ഈ ഡെയിലി ബ്രെഡൊക്കെ കൂടുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് കാണുന്നൊരു സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിലൊരു അമ്മ നിൽക്കുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സിട്ട്. പുള്ളിക്കാരി എൻ്റെ കയ്യിലൊരു ജപമാല തന്നു, എന്നിട്ട് എൻ്റെ കവിളി തട്ടി. എനിക്ക് ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരയാണ് സന്തോഷം കൊണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് പോന്നോ എന്ന് പറയുകയാണെന്ന്. ഞാൻ അങ്ങനെ ആ ആഴ്ച തന്നെ ഞാൻ വന്നു. മെയ് 19, 2025 ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ രാവിലെ 5:30 പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഈ 5:30 എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഈ 5:30 എണ്ണിച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഞാനതും മാതാവിനോട് പറഞ്ഞു, എങ്ങനെ ഞാൻ ഈ 5:30 എണ്ണിക്കുന്നേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേ തൊട്ട് ഇന്നേ വരെ എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് 5:30 തന്നെ പ്രാർത്ഥന കൂടും. ഞാൻ അലാറം കേട്ടില്ലെങ്കിൽ പോലും ഞാനത് എണ്ണിച്ച് പ്രാർത്ഥന കൂടിയിരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. വർക്ക് പെർമിറ്റ് വരാൻ 4 മാസം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1.5-2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 7-ന് തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി. പിന്നെ ഞാൻ അടുത്ത കാണുന്ന സ്വപ്നം, ഞാൻ എൻ്റെ അമ്മയോട് പറയാണ്, മാതാവ് ഇതുപോലെ 14-20 എന്ന് 2 ഡേറ്റ് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന്.
അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ തന്നെ മാതാവിനോട് ചോദിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിനോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇതെന്താ ഈ 14, 20 എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ സമയത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ നോക്കിയപ്പം ഞാൻ കണ്ടു OET എക്സാം ജൂലൈ 14-നും 28-നും ജൂൺ 14, 28-നും ഉള്ളതായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇതായിരിക്കും എന്നെ ഓർമ്മപ്പെടുത്തിയതെന്ന്. കാരണം ഞാൻ ഒന്നും കൂടെ OET വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എഴുതാനിരിക്കുമായിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയി. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഞാൻ ഡേറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്തു. 14-ാം തീയതി ഡേറ്റ് ഇല്ലായിരുന്നു, 28-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് വർക്ക് പെർമിറ്റ് വന്ന് 45 ദിവസത്തിനകം നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെയും അത് ലേറ്റ് ആവും, നമുക്ക് പറ്റത്തില്ല എന്നുള്ള. അപ്പോൾ അന്ന് ഞാൻ ഡേറ്റ് എടുത്തില്ലായിരുന്നു, അന്ന് ഞാൻ ആ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴും ഡേറ്റ് എടുക്കത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ OET എഴുതാനും പറ്റത്തില്ലായിരുന്നു. അതൊരു തടസ്സമായേനെ. പക്ഷേ മാതാവ് എനിക്ക് അത് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ 28-ാം തീയതി ഡേറ്റ് എടുത്തു. 28-ാം തീയതി ഡേറ്റ് എടുത്ത് കഴിഞ്ഞ് വിസയുടെ ആപ്ലിക്കേഷൻസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ആയിട്ട് എനിക്കങ്ങനെ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ OET ഓൺലൈൻ ട്രെയിനറാണ്. പക്ഷേ OET എഴുതിയവർക്കും പഠിപ്പിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഞാൻ ആ എക്സാമിന് ഒരാഴ്ച മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. ആ ടൈമിനുള്ളിൽ വരുന്നില്ല. എനിക്ക് C+ മതി, ജസ്റ്റ് പാസ് മതി. പക്ഷേ എനിക്ക് DC അതിലോട്ടായിരുന്നു സ്കോർ പോകുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് അറിയത്തില്ല, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല, എനിക്ക് ആൻസേഴ്സ് കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു ഇത് നെഗറ്റീവ് ആവും. ട്രെയിനറായനൊക്കെ തോറ്റു എന്നുള്ള ഇതും, അതുമാത്രമല്ല ഇത്രയും ഇതായിട്ട് എന്താ കിട്ടാത്തേ എന്നുള്ള ഇതാവും. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് OET ഒന്ന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്തായിരുന്നു IIT-യിലൊരു സാക്ഷ്യം കേൾക്കുന്നത്. അപ്പം ഞാനും മാതാവിനോട് അങ്ങനെ അടയാളങ്ങൾ ചോദിച്ചു. എനിക്ക് 7 എന്നുള്ള നമ്പറും, എനിക്ക് എൻ്റെ സ്പീക്കിംഗ് 2:30 ആയിരിക്കണം, എനിക്ക് എൻ്റെ സ്പീക്കിങ്ങിൻ്റെ എക്സാമിനർ ഒരു ഫീമെയിൽ ആയിരിക്കണം, അതും ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സിലായിരിക്കണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹോൾ ടിക്കറ്റ് വന്നത് ജൂൺ 17-നായിരുന്നു. ആ നമ്പറിൽ, ആ കാൻഡിഡേറ്റ് നമ്പറിൽ 7 ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്പീക്കിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 3 മണിയായിരുന്നു. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ 2:30 പറഞ്ഞു, പിന്നെ എന്താ 3 മണിയായി പോയേ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചേഞ്ച് ആവുമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ 28-ാം തീയതി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചു എക്സാം അറ്റൻഡ് ചെയ്തു. സ്പീക്കിങ്ങിന് സമയമായി. അപ്പം സ്പീക്കിങ്ങിന് ഞാൻ ബ്രേക്കിന് പോയപ്പോഴേ സ്പീക്കിങ്ങിൻ്റെ 2 എക്സാമിനേഴ്സിനെ ഞാൻ കണ്ടായിരുന്നു. ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും ആയിരുന്നു. ഫീമെയിലിനെ ഞാൻ ദൂരെ നിന്നാണ് കണ്ടത്. പുള്ളിക്കാരി പക്ഷേ ബ്ലാക്ക് ഡ്രസ്സായിരുന്നു. മെയിലാണെങ്കിൽ ബ്ലൂ ഡ്രസ്സായിരുന്നു. അപ്പോഴും ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ ഫീമെയിൽ ഇൻ്റർലോക്യൂട്ടറിനല്ലേ ചോദിച്ചത്, പക്ഷേ പുള്ളിക്കാരി ബ്ലാക്ക് ആണല്ലോ, ഇനി മെയിലാണോ തരുന്നത് എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞു വന്നു. സ്പീക്കിങ്ങിന് സമയമായി. എന്നെ വിളിച്ചത് 3 മണിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് 2:30 കറക്റ്റ് 2:30 എന്നെ സ്പീക്കിങ്ങിന് കൊണ്ടുപോയി. ആ മെയിൽ എക്സാമിനറും കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫീമെയിലിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ഫീമെയിൽ എക്സാമിനറിൻ്റെ അടുത്തോട്ട് പോയി. അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് ഡ്രസ്സ് അല്ലായിരുന്നു, ഡാർക്ക് ബ്ലൂ ആയിരുന്നു. എനിക്ക് ദൂരേന്ന് കണ്ടപ്പോൾ ബ്ലാക്കായിട്ട് തോന്നിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ ഹാപ്പി ആയിട്ട് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അവരോട് പേര് ചോദിച്ചപ്പം സാധാരണ അവരുടെ പേര് പറയും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് പറയും. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് മേരി എന്നായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു മാതാവ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ സന്തോഷത്തോടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് ഇപ്പോഴും. റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും എനിക്ക് അപ്പം തോന്നിയ ആൻസേഴ്സാണ് ഞാൻ എഴുതിയത്. എനിക്ക് ഉറപ്പില്ല. പക്ഷേ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു എനിക്ക് വിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു. ജൂലൈ 3-ന് ഞാനൊരു പാസ്പോർട്ട് സബ്മിഷന് പോയി. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കുകയാണ്, ഇനി എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല, ഇനി എനിക്ക് എക്സാം എഴുതാൻ സമയവും ഇല്ല, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ജൂലൈ 3-ന് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 12 മണിക്കാണ് സബ്മിറ്റ് ചെയ്തത്. തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ കൈ തട്ടി എൻ്റെ മെയിൽ ഓപ്പണായി. നോക്കിയപ്പോൾ എൻ്റെ OET റിസൾട്ട് വന്നു. 28-ാം തീയതി എഴുതി 3-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. സാധാരണ 7 days ആണ്, വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. പക്ഷേ ഇത് നേരത്തെ റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ തുറന്നില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ തുറക്കത്തുള്ളൂ, മാതാവിൻ്റെ മുമ്പിലേ ഞാൻ ഓപ്പൺ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല റിസൾട്ട് വന്ന കാര്യം. ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞു, റിസൾട്ട് തുറന്നു. ജസ്റ്റ് പാസ്സാക്കണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഫുൾ B ഉണ്ടായിരുന്നു OETക്ക്. 4 മൊഡ്യൂളിന് ഫുൾ Bയും നല്ല സ്കോറും തന്നെ തന്നു. മാതാവ് എന്നെ അനുഗ്രഹിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വിസയുടെ കാര്യങ്ങളായിരുന്നു. വിസയ്ക്ക് ഞാൻ കൊടുത്തു. വിസ കിട്ടാൻ 2 മാസം എടുക്കുമെന്ന് പറഞ്ഞു, 1.5 അല്ലെങ്കിൽ 2 മാസം എടുക്കും. വിസ ഇൻ്റർവ്യൂ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വിസ ഇൻ്റർവ്യൂ 99% ആൾക്കാരെയും വിസയ്ക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നവരാണ് കൂടുതൽ റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. ആ സമയത്തായിരുന്നു ജോസഫ് അച്ഛൻ ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞത്. എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി രാവിലെയും വൈകിട്ട് മാതാവിൻ്റെ ഫ്രണ്ടിൽ വെച്ച്, പ്രാർത്ഥനയുടെ കൂടെ ഫ്രണ്ടിൽ വെച്ച് ഉപ്പും തൈലമിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ അതിനകത്ത് എഴുതുന്നുണ്ടായിരുന്നു ഏതൊക്കെ ഡേറ്റാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്, അവിടെ എത്തിയത് ഏത് ദിവസമാണ്, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ദിവസമാണെന്ന്. അങ്ങനെ എഴുതി വന്നപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞതാണ്ട് ഇവിടെ ഇനി ഒരെണ്ണം കൂടെ എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ, അവിടെ ഞാൻ എൻ്റെ വിസ വന്നു എന്നേ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി ഞാൻ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവരെയും എന്നെക്കാളും മുമ്പേ ഉള്ളവരെയും എന്നെ കഴിഞ്ഞിട്ടുള്ളവരെയും എൻ്റെ ഒപ്പം കൊടുത്തവരെ എല്ലാവരും ഇൻ്റർവ്യൂവിന് വിളിച്ചു. 99% അവർ പറഞ്ഞതുപോലെ തന്നെ 99% പേര് ഇൻ്റർവ്യൂവിന് വിളിച്ചു. പക്ഷെ എന്നെ മാത്രം വിളിച്ചില്ല. എന്നെ ആ 1% മാതാവിനെ രക്ഷിച്ചു. ഇൻ്റർവ്യൂ ഇല്ലാതെ എനിക്ക് എൻ്റെ വിസ കിട്ടി. ഈ മാസം 20-ാം തീയതി അടുത്ത ആഴ്ച ഞാൻ പോവുകയാണ് മാൾട്ടയ്ക്ക്. എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും വന്നു. അത് വന്നത് എൻ്റെ വിസ ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത് 29-ാം തീയതിക്കകം എൻ്റെ വിസ വരണമെന്നായിരുന്നു. 27-ാം തീയതി എനിക്ക് എൻ്റെ മെയിൽ വന്നു വിസ വന്നിട്ടുണ്ടെന്നുള്ളതും. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയത് ഓഗസ്റ്റ് 28, 2025 അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാം സ്പീഡായിട്ട് തന്നെ മാതാവ് എനിക്ക് ചെയ്തു തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കും എല്ലാ ആഴ്ചയും. ഞാൻ ഇതുവരെ ഉപവാസം ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അൾസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ നേരം വിശന്നിരിക്കാനൊന്നും പറ്റത്തില്ല. വിശന്നിരിക്കുമ്പോൾ എനിക്ക് ദേഹം വല്ലാണ്ട് വരും, അല്ലെങ്കിൽ വയറുവേദന വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാ ആഴ്ചയും ഉപവസിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഉപവാസത്തിൻ്റെ സമയത്ത് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചയും ഒരു ദിവസം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ ഉപവസിക്കും, പത്രങ്ങൾ കൊടുക്കും. ഞാൻ കാണുന്നവരത്തൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മാതാവിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കും. 30 മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ 30 മിനിറ്റ് തികയ്ക്കാനായിരുന്നു വായിക്കുന്നത്. പക്ഷെ ഇപ്പം 30 മിനിറ്റ് കഴിയുന്നത് അറിയാറില്ല. ആ ഒരു ഇതിലോട്ടായി. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളാണ്. എന്ത് ഒരു കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് അതിനെ തിങ്ക് ചെയ്യും. പക്ഷേ ഈ ഉടമ്പടിയിലായി പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവ് ഉണ്ടല്ലോ, നോക്കിക്കോളും എന്നുള്ളൊരിതായി. ഉടമ്പടി ഈ സമയത്ത് തന്നെ എനിക്ക് ഇടയ്ക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്തായിരുന്നു. അപ്പോൾ പോലും എനിക്കൊരു ഒരു ഇതുമില്ലായിരുന്നു. ആസ്മയെങ്കിൽ ആസ്മ, മാതാവ് ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു മൈൻഡായി എനിക്ക്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ധ്യാനം കൂടും, ജപമാല പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയും ഞാൻ ജപമാല പ്രാർത്ഥിക്കും. പറ്റുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. ഇപ്പം മാതാവ് വീട്ടിലാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും മാതാവ് വീട്ടിലൊരാളെ പോലെ ആയി. എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയാം, അല്ലെങ്കിൽ മാതാവ് നോക്കും എന്നുള്ള ഇതായി. ഞാനാണെങ്കിലും ഞാൻ മാതാവിനോട് ഞാൻ എങ്ങനെയാണോ എൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാതാവിനോട് സംസാരിക്കാറ്. എൻ്റെ കാര്യങ്ങളല്ല, ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചിലപ്പം മാതാവിനോട് സുഖമാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ പേന കാണുന്നില്ലല്ലോ അതെന്തി, അങ്ങനെയൊക്കെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കാറ്. അതിനൊക്കെ ഞാൻ ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളിലൂടെ മാതാവ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും എൻ്റെ സംശയങ്ങൾക്കൊക്കെ മാതാവ് എനിക്ക് ആൻസർ തരികയും ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച് എനിക്കിവിടെ വന്ന് ആൾത്താരിൽ സാക്ഷ്യം പറയാൻ പറ്റിയതിന് മാതാവിന് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കൃഷ്ണപ്രിയ എന്ന ഈ മകളുടെ 4 മാസ ഉടമ്പടി ജീവിതത്തിലെ അമ്മ മാതാവിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, ആ ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി പോകുമ്പോൾ മകൾ 2-3 കാര്യങ്ങളാണ് മാതാവിനോട് പറയുന്നത്. ഒന്ന്, 7 എന്ന അക്കത്തിൽ എന്നെ കൊണ്ടുപോകണം. ഞാൻ പോകുന്നിടത്ത് എവിടെയെങ്കിലും അമ്മ മാതാവ് കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുവാൻ 7 എന്ന അക്കം എനിക്കുണ്ടാവണം. 2, ഉച്ചകഴിഞ്ഞ് 2:30 എൻ്റെ ആ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കണം. 3, എൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്ന ആൾ സ്ത്രീ ആയിരിക്കണം, ആ ഉടുപ്പ് നീലയായിരിക്കണം. ഇതല്പം കടുപ്പത്തിലുള്ള കാര്യങ്ങളാണ് മാതാവിനോട് ചോദിക്കുന്നത്. ചെറുതല്ലല്ലോ, അങ്ങോട്ട് വെച്ച് കീച്ചുവാണ്. കാരണം പ്രാർത്ഥിച്ച് പോലും തുടങ്ങിയിട്ടില്ല. അങ്ങോട്ട് വെച്ച് എല്ലാം ഡിമാൻഡിങ് ആണ്. 2:30 വേണം,
സ്ത്രീ ആയിരിക്കണം, നീലയായിരിക്കണം, 7 എന്ന നമ്പറുണ്ടാകണം. നോക്കിക്കോ, എന്തുമാത്രം കുരിഷ്ടു പിടിച്ച കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മകൾ പറയുന്നുണ്ട്, എനിക്ക് ടൈമിംഗ് കിട്ടിയത് 3 മണിയാണ്. ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയും പുരുഷനുമുണ്ട്. പുരുഷൻ നീലവസ്ത്രം ധരിച്ചിട്ടുണ്ട്, സ്ത്രീ കറുപ്പാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് തന്നില്ലല്ലോ, വെറുതെ എന്നെ കൊണ്ടൊന്ന് കുഴപ്പിക്കുവാണോ? നമ്മളിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, പറഞ്ഞ് പ്രാർത്ഥിക്കുക, അതൊക്കെ അതുപോലെ തരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചിട്ട് എന്താ എനിക്കിതൊന്നും ഇല്ലാത്തേ? ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടാണ് ശരിക്കും അവിടെ നിൽക്കുന്നത്. നിന്ന് കഴിഞ്ഞ മകൾ പറയുന്നുണ്ട്, ആ ടേൺ വരുമ്പോൾ കൃത്യം നോക്കുമ്പോൾ 2:30 മണിക്ക് അകത്തോട്ട് കയറ്റുന്നു, 2:30 മണിക്ക് അകത്തേക്ക് കയറ്റുന്നു. വീണ്ടും അടുത്ത് ചെന്ന് നോക്കുമ്പോൾ താൻ കണ്ട കറുപ്പല്ല, അതൊരു കടുത്ത നീലയാണ്. ചോദിച്ച നീല തന്നെയാണ് ആ ഇരിക്കുന്ന വ്യക്തി. അത് ഒരു ഫീമെയിൽ ആകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു സ്ത്രീ തന്നെയാണ് തൻ്റെ ആ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി നിൽക്കുന്നത്. ഇനി കയറിയ വഴിയോ അതൊരു 17 എന്ന് പറയുന്ന വഴിയാണ്, അതിനകത്തൊരു 7 ഉണ്ട്. ചോദിച്ചതൊന്നും വ്യത്യാസപ്പെട്ടിട്ടില്ല. എന്തൊക്കെയാണോ ഒരു മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ മാതാവിനോട് പറയുന്നത്, അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് എനിക്കത് ഉറപ്പ് തന്ന് എൻ്റെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം. അത് എല്ലാ കാര്യവും അച്ചിട്ടതുപോലെ മകൾക്ക് ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അവസാനമോ പേര് ചോദിച്ചു. പേര് ചോദിക്കുമ്പോൾ അവർ ഒന്നെങ്കിൽ സ്വന്തം പേര് പറയും, ഇല്ലെങ്കിൽ ഒരു ഫേക്ക് നെയിം, ഇഷ്ടമുള്ളൊരു പേര് ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞു വിടും. മകൾ പേര് ചോദിച്ചു. മകൾ ആരെന്ന് മകളുടെ ഡോക്യുമെൻറ്റേഷൻ വെച്ച് ഏതെങ്കിലും ഒരു ക്രിസ്തീയ ചായ്വ് പറയത്തില്ല, എന്തെങ്കിലും ഒരു പ്രാർത്ഥന, എന്തെങ്കിലും ഒരു ബന്ധം പറയില്ല. കൃഷ്ണപ്രിയ എന്ന പേരല്ലേ. അവിടെ ഇരിക്കുന്നവർ മകളുടെ മുഖത്ത് നോക്കി പേര് പറഞ്ഞു കൊടുത്തു, മേരി എന്ന്. ഇതാണ് ഉടമ്പടിയിൽ നമ്മൾ പലപ്പോഴും കാണുന്ന അമ്മ മാതാവിൻ്റെ സുനിശ്ചിതമായ നയിക്കലെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കൃത്യമാണോ, ക്ലിയർ ആണോ, കമ്മ്യൂണിക്കേഷൻ വ്യക്തതയുള്ളതാണോ, അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടതാണോ, അവിടെ അമ്മ മാതാവ് നമുക്ക് പോലും അറിയാതെ നാം ബാലിശമായി ചോദിക്കുന്നത് പോലും അനുവദിച്ച് നൽകിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തെ മഹത്വപ്പെടുത്തും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ മഹത്വപ്പെടുത്തും. ഞാൻ കൂടെയുണ്ടെന്ന് അമ്മ ആവർത്തിച്ച് ലോകത്തോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പറഞ്ഞത്. ഇതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. ഇത് അമ്മ മാതാവ് നിരന്തരം സന്ദേശം നൽകിയ സാക്ഷ്യമാണ്. മകൾ അമ്മയോട് ചോദിച്ചതൊക്കെയും അമ്മ അനുവദിച്ചു കൊടുത്ത സാക്ഷ്യമാണ്. ഇനി വിദേശത്തേക്ക് പോകുവാൻ ഏറെ നാളെടുക്കും, നടക്കില്ലെന്ന് കരുതി, അസാധ്യമെന്ന് കരുതി ഒന്ന് മനസ്സുമെടുത്തപ്പോൾ അമ്മ കൈപിടിച്ചുയർത്തി ഏറ്റവും സുരക്ഷിതമായി അമ്മ അതിവേഗത്തിൽ മകളെ വിദേശത്തേക്ക് അയക്കുന്ന സാക്ഷ്യമാണ്. സമയച്ചുരുക്കവും ശുഭകരമായ ഒരു വിഷയത്തെ എത്തിക്കുന്നതും നമ്മുടെ ബാലിശമായ നിർബന്ധങ്ങളെ പോലും അമ്മ മാതാവ് എളിമയോടെ അനുവദിച്ചു തന്ന് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക്, ഈ വലിയ അനുഗ്രഹത്തിന്, ഉടമ്പടിയിലൂടെ ലഭിച്ച ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.